ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാവിലെ സമയത്ത് വീണ്ടും ഈ കരിമുകൾ ജംഗ്ഷനിൽ ഞങ്ങൾക്ക് വരുവാനും കർത്താവായ യേശു ജീവിക്കുന്നു എന്നുള്ള സന്ദേശം ഏതാനും മിനിറ്റുകൾ നിങ്ങളോട് സംസാരിച്ച് ഈ ദേശത്തിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ടീമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്നേഹിതരെ, ഇന്ന് ലോകത്ത് കേൾക്കുന്ന വാർത്തകളൊക്കെയും മനുഷ്യനെ ദുഃഖിപ്പിക്കുന്ന വാർത്തകളെങ്കിൽ ഇതുവരെയും കേൾക്കാത്ത അപകട വാർത്തകൾ, രോഗവാർത്തകൾ, കുടുംബ പ്രശ്നങ്ങൾ, അസമാധാനത്തിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യനെയും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു സന്ദേശം, ഒരു വ്യക്തിത്വം, അത് കർത്താവായ യേശുവാണ്. സുവിശേഷം ഒരു സംഘടനയല്ല, ഒരു പ്രസ്ഥാനമല്ല. ഇരുട്ടിൽ താണുപോയ മനുഷ്യനെ പാപത്തിന്റെ ശിക്ഷയായ മരണത്തിന് പകരമായി മരണമേൽക്കുവാൻ കാൽവറി ക്രൂശിൽ പകരക്കാരനായി മരിച്ച യേശുവാണ് സുവിശേഷം. സുവിശേഷം ആരെയും ദ്രോഹിക്കുന്നില്ല. ഇരുട്ടിൽ കിടക്കുന്ന, മദ്യപാനത്തിൽ തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവത്തിൽ, ശാപബന്ധനത്തിൽ, ജനനം മുതൽ അത് ശാപം പിടിച്ച അനുഭവത്തിലൂടെ ജീവിതം ഒരു കരകയറ്റമില്ലാതെ മരണതുല്യമായ ജീവിതം നയിക്കുന്നവരെ പ്രത്യാശയിലേക്ക് അത് കൈപിടിച്ച് ഉയർത്തുന്നതാണ് സുവിശേഷം. നിങ്ങൾക്കറിയാവോ, ഈ സുവിശേഷം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രൽ ജയിലുകളില്, സബ് ജയിലുകളില്, ആതുരാലയങ്ങളിൽ, വിവിധങ്ങളായ സ്ഥലങ്ങളിൽ സുവിശേഷം മുഴങ്ങുമ്പോൾ പോലീസ് അധികാരികൾക്കോ ജയിൽ അധികാരികൾക്കോ കോടതിക്കോ ഒന്നും ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കാതെ വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ആളുകളെ രൂപാന്തരപ്പെടുത്താൻ പറ്റും. ഞങ്ങൾ കേരളത്തിലും അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് അത് ഈ സുവിശേഷം അറിയിക്കുന്നത് അനേക വ്യക്തികൾ ഞങ്ങളുടെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ട്. ജീവിതം വഴിമുട്ടിയവർ ഈ സുവിശേഷത്താൽ അവരുടെ ജീവിതത്തിൽ അത് വന്ന മാറ്റങ്ങളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ജയിലിലൊക്കെ ഞങ്ങൾ സുവിശേഷം അറിയിക്കുമ്പോൾ അനേകരെ ഞങ്ങൾ അവരുടെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, സുവിശേഷത്തിന് ആളുകളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് പറ്റുന്നുണ്ട്. സ്നേഹിതരെ, കരിമോളിൽ നിങ്ങളെ മൂടിയിരിക്കുന്ന എത്ര വലിയ ശാപക്കെട്ടെങ്കിലും ഇരുട്ടെങ്കിലും നിരാശയെങ്കിലും അതിൽ നിന്ന് വിടിവിക്കുവാൻ യേശുവിന്റെ സുവിശേഷത്തിന് സാധിക്കും. നമ്മൾ എന്ത് ചെയ്യണം? യേശു എനിക്ക് പകരക്കാരനായി, പാപപരിഹാരകനായി മരിച്ചു, ഞാനത് വിശ്വസിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, യേശുവിനായി എൻ്റെ ജീവിതം വിട്ടുതരുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരുപക്ഷെ നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. മതകർമ്മങ്ങളൊക്കെ ചെയ്ത് മതാചാരങ്ങളുടെ പിന്നാലെ മതപുരോഹിതന്മാരുടെ വാക്ക് കേട്ട് നിങ്ങളുടെ പണമെല്ലാം എറിയുന്നവരായിരിക്കാം. നോക്കിക്കഴിഞ്ഞാൽ പേപ്പർ വാർത്തകളിൽ, TV ചാനലുകളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ആളുകളെ കുരുതി നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ട്? ചെറിയ കുട്ടികളെ വരെയും കുരുതി നടത്തുന്നു. മനുഷ്യക്കുരുതി വരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ്. ശാപമോക്ഷം കിട്ടും,